ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കേരള ഗവൺമെൻറ്റിൻ്റെ കുറച്ച് പദ്ധതികളെക്കുറിച്ചാണ്. ഒന്നാമത്തത് മന്ദഹാസം. മന്ദഹാസം എന്ന് പറഞ്ഞിരുന്നാൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ വരുന്ന 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആൾക്കാർക്ക് സൗജന്യമായി കൃത്രിമ ദന്തനിര വച്ചു നൽകുന്ന ഒരു പദ്ധതിയാണ് മന്ദഹാസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തത് മിഴി. മിഴി എന്ന് പറഞ്ഞിരുന്നാൽ ആരോഗ്യവകുപ്പും കുടുംബക്ഷേമ വകുപ്പും ഒരുമിച്ച് നടത്തുന്ന ഒരു പദ്ധതിയാണ്. അത് സർക്കാർ സ്കൂളിലും അതുപോലെ തന്നെ എയ്ഡഡ് സ്കൂളുകളിലും പഠിക്കുന്ന കാഴ്ച വൈകല്യമുള്ള കുട്ടികൾക്ക് കണ്ണട വിതരണം ചെയ്യുന്ന ഒരു പദ്ധതിയാണ് മിഴി എന്ന് പറയുന്നത്. അടുത്തതായി നമുക്ക് അശ്വമേധം എന്ന് പറയുന്ന പദ്ധതി എന്താണെന്ന് നോക്കാം. സാമൂഹ്യ സുരക്ഷാ മിഷന്റെ നേതൃത്വത്തിലുള്ള ഒരു പദ്ധതിയാണ് അശ്വമേധം എന്ന് പറയുന്നത്. ഇത് സമ്പൂർണ്ണ കുഷ്ഠരോഗ നിർമ്മാർജ്ജന പദ്ധതിയാണ്. അടുത്തതായി നമുക്ക് എന്താണ് എൽസ എന്ന് നോക്കാം. ഇറാഡിക്കേഷൻ ഓഫ് ലെപ്രസി ത്രൂ സെൽഫ് അവയർനെസ് ആൻഡ് ടെസ്റ്റിംഗ്. ഇതും കുഷ്ഠരോഗ നിർമ്മാർജ്ജന പദ്ധതിയാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ചോദിച്ചു കണ്ടിരിക്കുന്നത് അശ്വമേധത്തെക്കുറിച്ചാണ്. അപ്പോൾ മറക്കണ്ട, എൽസ എന്ന് പറഞ്ഞിരുന്നാലും കുഷ്ഠരോഗ നിർമ്മാർജ്ജന പദ്ധതിയാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നത് അശ്വമേധത്തെക്കുറിച്ചാണ്. സാമൂഹ്യ സുരക്ഷാ മിഷന്റെ ഒരു പദ്ധതിയാണ് അശ്വമേധം. അടുത്തത് അക്ഷയ കേരളം എന്താണെന്ന് നോക്കാം. നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ അത് കിട്ടും. അക്ഷയ, അതിൽ ക്ഷയ എന്നൊരു വാക്കുണ്ടല്ലോ. ക്ഷയരോഗ നിർമ്മാർജ്ജന പദ്ധതിയാണ് അക്ഷയ കേരളം. കേരള ഗവൺമെൻറ്റും അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പും ചേർന്ന് നടത്തുന്ന ഒരു പദ്ധതിയാണ്. ഇതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ എന്ന് പറയുന്നത് മോഹൻലാലാണ്. ഓക്കെ, നമുക്ക് അടുത്ത പദ്ധതിയിലേക്ക് പോകാം. അമൃതം ആരോഗ്യം, അതായത് ജീവിതശൈലി രോഗങ്ങൾ അവയുടെ നിർണയത്തിനായിട്ട് സൗജന്യ രോഗനിർണയത്തിനായിട്ടുള്ള ഒരു പദ്ധതിയാണ് അമൃതം ആരോഗ്യം. ജീവിതശൈലി രോഗം എന്ന് പറയുമ്പോൾ നമ്മുടെ ഭക്ഷണ രീതികൾ കൊണ്ടൊക്കെ നമുക്ക് വന്നു ചേരുന്ന അസുഖങ്ങളെയാണ്. ഇപ്പോൾ അതെങ്ങനെ പറയുകയാണെങ്കിൽ കൊളസ്ട്രോള്, BP, പ്രമേഹം, ഇതെല്ലാം ജീവിതശൈലി രോഗങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നവയാണ്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ 6 പദ്ധതികൾ എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കി വരാം. ആദ്യത്തേത് മന്ദഹാസം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെ വരുന്ന 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് സൗജന്യ കൃത്രിമ ദന്തനിര വെച്ച് നൽകുന്ന പരിപാടിയാണ് അല്ലെങ്കിൽ പദ്ധതിയാണ് മന്ദഹാസം. അടുത്തത് മിഴി. ആരോഗ്യ വകുപ്പും അതുപോലെ തന്നെ കുടുംബക്ഷേമ വകുപ്പും ചേർന്ന് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് മിഴി. സർക്കാർ സ്കൂളുകളിലും അതുപോലെ തന്നെ എയ്ഡഡ് സ്കൂളുകളിലും പഠിക്കുന്ന കാഴ്ച വൈകല്യമുള്ള കുട്ടികൾക്ക് കണ്ണട വിതരണം നൽകുന്ന പദ്ധതിയാണ് ഇത്. അടുത്തത് അശ്വമേധം. സാമൂഹ്യ സുരക്ഷാ മിഷന്റെ കീഴിലുള്ള ഒരു പദ്ധതിയാണിത്. സമ്പൂർണ്ണ കുഷ്ഠരോഗ നിർമ്മാർജ്ജനമാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. അതുപോലെ തന്നെ കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ടുള്ള വേറൊരു പദ്ധതിയാണ് എൽസ എന്ന് പറയുന്നത്. അടുത്തത് അക്ഷയ. ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് കേരള ഗവൺമെൻറ്റും അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പിൻ്റെയും കീഴിലുള്ള പദ്ധതിയാണ് അക്ഷയ കേരളം. ജീവിതശൈലി രോഗങ്ങളുടെ സൗജന്യ രോഗനിർണയമാണ് അമൃതം ആരോഗ്യം പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഓക്കെ, അടുത്തതായി നമുക്ക് ഭിന്നശേഷി വിഭാഗത്തിന് വേണ്ടി നൽകപ്പെട്ടിട്ടുള്ള കുറച്ച് പദ്ധതികളെക്കുറിച്ച് പഠിക്കാം. ഒന്നാമത്തേത് പരിരക്ഷ. അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് പരിരക്ഷ. അടുത്തത് ഈ അംഗപരിമിതരെ അല്ലെങ്കിൽ ഭിന്നശേഷി വിഭാഗത്തിൻ്റെ ക്ഷേമം, സംരക്ഷണം എന്നിവയ്ക്ക് വേണ്ടി കേരള ഗവൺമെൻറ് ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു പദ്ധതിയാണ് സഹജീവനം. അടുത്തതായി ഭിന്നശേഷി കുട്ടികളുടെ മാതാപിതാക്കൾക്ക് സൗജന്യമായി ഇലക്ട്രിക് ഓട്ടോ നൽകുന്ന പദ്ധതി, അതിൻ്റെ പേരാണ് സ്നേഹയാനം. ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുന്നതിന് വേണ്ടി ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് അനുയാത്ര. അപ്പോൾ നമുക്ക് ഈ ഭിന്നശേഷി വിഭാഗത്തിൻ്റെ പദ്ധതികളെല്ലാം എന്താണെന്ന് ഒന്നുകൂടെ നോക്കാം. അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകുന്നതിന് വേണ്ടി ആവിഷ്കരിച്ചിട്ടുള്ളത് പരിരക്ഷ. സഹജീവനം എന്ന് പറഞ്ഞാൽ ഭിന്നശേഷിക്കാരുടെ ക്ഷേമവും സംരക്ഷണവും. അടുത്തത് അവരുടെ മാതാപിതാക്കൾക്ക് ഇലക്ട്രിക് ഓട്ടോ നൽകുന്ന പദ്ധതിയാണ് സ്നേഹയാനം. ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റുന്നതിന് വേണ്ടി ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതിയാണ് അനുയാത്ര. അടുത്തതായി നമുക്ക് ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് വേണ്ടി കേരള ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുള്ള കുറച്ച് പദ്ധതികളെ പരിചയപ്പെടാം. അതിൽ ഒന്നാമത്തത് സ്പെക്ട്രം എന്നാണ് പറയുന്നത്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓട്ടിസം പ്രാഥമിക ഘട്ടത്തിൽ തന്നെ കണ്ടെത്തി അങ്ങനെയുള്ള കുട്ടികളുടെ കഴിവുകൾ വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് സ്പെക്ട്രം എന്ന് പറയുന്നത്. കേരള ഗവൺമെൻറ്റാണ് ഇത് നടപ്പിലാക്കുന്നത്. അടുത്തത് കളിക്കൂട്ടം. ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ സർഗശേഷി വളർത്തുന്നതിനായിട്ട് സമഗ്ര ശിക്ഷ കേരളം നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കളിക്കൂട്ടം. ഓക്കെ,
അടുത്തത് നമുക്ക് സുകൃതം എന്ന് പറയുന്ന ഒരു പദ്ധതിയെക്കുറിച്ച് നോക്കാം. ഇതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ എന്ന് പറയുന്നത് മമ്മൂട്ടിയാണ്. ക്യാൻസർ ചികിത്സ, അതായത് സൗജന്യമായിട്ടുള്ള ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് സുകൃതം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്വാസ്ഥ്യം എന്ന് പറയുന്ന ഒരു പദ്ധതിയും ക്യാൻസറുമായി ബന്ധപ്പെട്ടതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിരുന്നാൽ തുടക്കത്തിലെ ക്യാൻസർ കണ്ടെത്തി തുടക്കത്തിലെ അത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അതിനുള്ള ബോധവൽക്കരണം നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള പരിപാടിയാണ് സ്വാസ്ഥ്യം എന്ന് പറയുന്നത്. അപ്പോൾ സുകൃതവും സ്വാസ്ഥ്യവും ക്യാൻസർ റിലേറ്റഡ് ആണ്. ഓക്കെ, ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്തത് നമുക്ക് കുട്ടികളിലെ കേൾവി ശക്തിയുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങളെയും അതിനുവേണ്ടി ആവിഷ്കരിച്ച് വെച്ചിട്ടുള്ള കുറച്ച് പദ്ധതികളെയും നമുക്ക് നോക്കാം. ആദ്യത്തേത് ശ്രുതി തരംഗം. ശ്രുതി തരംഗം എന്ന് പറയുന്നത് 5 വയസ്സിൽ താഴെ ശ്രവണ വൈകല്യമുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്തി കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് ഇത്. അങ്ങനെ അവർക്ക് കേൾവി ശക്തി തിരിച്ചു കിട്ടുന്നു. അടുത്തത്, ഇങ്ങനെ കേൾവി ശക്തി തിരിച്ചു കിട്ടുന്ന കുട്ടികൾക്ക് തുടർ ചികിത്സ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ശ്രുതിതരംഗം പരിപാടിയിലൂടെ അല്ലെങ്കിൽ ഈ പദ്ധതിയിലൂടെ കേൾവി ശക്തി തിരികെ കിട്ടിയ കുട്ടികൾക്ക് അവരുടെ തുടർ ചികിത്സയ്ക്ക് വേണ്ടി ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് ധ്വനി എന്ന് പറയുന്നത്. അപ്പോൾ ശ്രുതിതരംഗത്തിൻ്റെ അടുത്ത ഒരു സ്റ്റേജ് അല്ലെങ്കിൽ എക്സ്റ്റെൻഡഡ് ഫോമാണ് ഈ ധ്വനി എന്ന് പറയുന്ന ഒരു പദ്ധതി. ഓക്കെ, അടുത്ത കാതോരം. കാതോരം എന്ന് പറയുന്ന പദ്ധതി സാമൂഹ്യ നീതി വകുപ്പാണ് നടപ്പിലാക്കുന്നത്. ശ്രവണ വൈകല്യമുള്ള കുട്ടികളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കാതോരം. അപ്പോൾ ശ്രുതി തരംഗം, അതുപോലെ തന്നെ ധ്വനി, അടുത്തത് കാതോരം, മൂന്നും എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഓക്കെ, അടുത്തത് നമുക്ക് സമാശ്വാസം പദ്ധതി എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ BPL വിഭാഗത്തിൽ വരുന്ന വൃക്ക തകരാറ് കാരണം കഷ്ടപ്പെടുന്ന മാസത്തിൽ ഒരു തവണയെങ്കിലും ഡയാലിസിസിന് വിധേയരാകുന്ന ആൾക്കാർക്ക് പ്രതിമാസം 1100 രൂപയുടെ ധനസഹായം, ആ ഒരു പദ്ധതിയാണ് സമാശ്വാസം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് സ്നേഹസാന്ത്വനം. സ്നേഹസാന്ത്വനം എന്ന് പറഞ്ഞിരുന്നാൽ എൻഡോസൾഫാൻ കാരണം രോഗബാധിതരായവരും അതുപോലെ തന്നെ കിടപ്പിലായവരും വൈകല്യം വന്നവർക്കും വേണ്ടിയിട്ടുള്ള ധനസഹായ പദ്ധതിയാണ് സ്നേഹസാന്ത്വനം. അടുത്തതായി നമുക്ക് സ്നേഹപൂർവം എന്താണെന്ന് നോക്കാം. HIV ബാധിതരുടെ മക്കൾക്കുള്ള പഠന സഹായവും അതുപോലെ തന്നെ മാതാപിതാക്കൾ മരണപ്പെട്ട കുട്ടികൾ അല്ലെങ്കിൽ ഒരാൾ മരിക്കുകയും മറ്റൊരാൾ ജീവിച്ചിരിക്കുകയും ആ ജീവിച്ചിരിക്കുന്ന ആൾക്ക് കുട്ടികളെ പോറ്റാൻ കഴിയാതെ വരികയും അല്ലെങ്കിൽ സംരക്ഷിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ആ കുട്ടികളെ സ്വന്തം വീട്ടിൽ നിർത്തുകയോ അല്ലെങ്കിൽ ബന്ധുക്കളുടെ വീട്ടിലേക്ക് മാറ്റി താമസിപ്പിക്കുകയോ ചെയ്തിട്ട് അവർക്ക് മുന്നോട്ടുള്ള പഠനത്തിന് വേണ്ടിയിട്ടുള്ള ധനസഹായം കൊടുക്കുന്ന പദ്ധതി, അതാണ് സ്നേഹപൂർവ്വം. അപ്പോൾ നമുക്ക് ഈ 3 പദ്ധതികളും ഒന്നുകൂടെ നോക്കാം. സമാശ്വാസം എന്ന് പറഞ്ഞിരുന്നാൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ വരുന്ന ആൾക്കാർ, അവരിൽ വൃക്ക തകരാറ് മൂലം കഷ്ടപ്പെടുന്ന ആൾക്കാർ, അത് തന്നെ മാസത്തിൽ ഒരു തവണയെങ്കിലും ഡയാലിസിസിന് പോകുന്നവർ, അങ്ങനെയുള്ളവർക്ക് മാസം 1100 രൂപ ധനസഹായം നൽകുന്ന പദ്ധതി. അടുത്തത് സ്നേഹസാന്ത്വനം. എൻഡോസൾഫാൻ അതിൻ്റെ പ്രശ്നങ്ങൾ കാരണം രോഗബാധിതരാവുകയോ കിടപ്പിലാവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും വൈകല്യങ്ങൾ സംഭവിക്കുകയോ ചെയ്തവർക്ക് ധനസഹായം നൽകുന്ന പദ്ധതി. അടുത്തത് സ്നേഹപൂർവ്വം. HIV ബാധിതരുടെ മക്കൾക്കുള്ള പഠന സഹായം, അല്ലെങ്കിൽ അതിൽ വരുന്ന അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് മാതാപിതാക്കൾ മരണപ്പെട്ടവർ അല്ലെങ്കിൽ ഒരാൾ മരിക്കുകയും മറ്റൊരാൾ ജീവിച്ചിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ. അങ്ങനെയുള്ള ആ ജീവിച്ചിരിക്കുന്ന ആൾക്ക് ഈ കുട്ടികളെ സംരക്ഷിക്കാൻ കഴിയാതെ വരുമ്പോൾ ആ കുട്ടികളെ സ്വന്തം വീട്ടിൽ നിർത്തുകയോ അല്ലെങ്കിൽ ബന്ധുക്കളുടെ വീട്ടിലേക്ക് മാറ്റി നിർത്തുകയോ എന്നിട്ട് അവിടെ വെച്ചിട്ട് അവരുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ധനസഹായം നൽകുന്ന പദ്ധതി, അതാണ് സ്നേഹപൂർവ്വം. ഓക്കെ, അടുത്തതായി ആശ്വാസ കിരണം പദ്ധതി. അതായത് അസുഖമൊക്കെ ബാധിച്ച് കിടപ്പിലായ ആൾക്കാരെ പരിചരിക്കുന്നവർക്കുള്ള ധനസഹായമാണ് 600 രൂപ. ഒരു മാസം 600 രൂപ വെച്ചിട്ട് അവർക്കൊരു ധനസഹായം, അതായത് കിടപ്പ് രോഗികളെ നോക്കുന്നവർക്ക് അല്ലെങ്കിൽ പരിചരിക്കുന്നവർക്ക്. അടുത്തത് മൃതസഞ്ജീവനി. ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു പദ്ധതിയാണ്. മൃതസഞ്ജീവനി എന്ന് പറയുന്നത് അവയവദാനം, അതായത് മസ്തിഷ്ക മരണമൊക്കെ സംഭവിച്ച് വാഹന അപകടങ്ങളിൽപ്പെട്ടോ അങ്ങനെ എന്തെങ്കിലും മസ്തിഷ്ക മരണം സംഭവിക്കുന്നവരുടെ അവയവങ്ങൾ ദാനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. ഇതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ എന്ന് പറയുന്നത് മോഹൻലാലാണ്. അടുത്തത് ഹൃദ്യം. ജന്മനാ ഹൃദയ വൈകല്യമുള്ള 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സൗജന്യ ചികിത്സയുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയാണ് ഹൃദ്യം എന്ന് പറയുന്നത്. അടുത്തത് ആയുർദളം. സംസ്ഥാന സർക്കാരും ആരോഗ്യ വകുപ്പും ചേർന്ന് നടത്തുന്ന എയ്ഡ്സ് ബോധവൽക്കരണ പരിപാടിയാണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആയുർദളം. ഓക്കെ, അടുത്തതായി നമുക്ക് ആർദ്രം പദ്ധതി എന്താണെന്ന് നോക്കാം. ഗവൺമെൻറ് ആശുപത്രികളിലെ സേവനങ്ങളെല്ലാം മെച്ചപ്പെടുത്തി അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം മെച്ചപ്പെടുത്തിയിട്ട് സാധാരണ ജനങ്ങളെ അല്ലെങ്കിൽ പൊതുജനങ്ങളെ
ഗവൺമെൻറ് ആശുപത്രികളിലേക്ക് ആകർഷിക്കുക എന്ന അടിസ്ഥാനത്തിൽ നടത്തിയിരിക്കുന്ന ഒരു പദ്ധതിയാണ് ആർദ്രം എന്ന് പറയുന്നത്. അതായത് ജനസൗഹൃദമാക്കുക. ഗവൺമെൻറ് ആശുപത്രികളെല്ലാം ജനസൗഹൃദമാക്കുന്നതിന് വേണ്ടിയിട്ട് നടപ്പിലാക്കിയിരിക്കുന്ന പദ്ധതിയാണ് ആർദ്രം എന്ന് പറയുന്നത്. അടുത്തത് ഭാഗ്യക്കുറി വകുപ്പിൻ്റെ കീഴിൽ വരുന്ന ഒരു പദ്ധതിയാണ്. പദ്ധതിയുടെ പേരാണ് കാരുണ്യ. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന അർബുദ, കരൾ രോഗ, വൃക്കരോഗം, അതുപോലെ തന്നെ ഹീമോഫീലിയ, ഹൃദ്രോഗം എന്നീ രോഗങ്ങൾ കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു പദ്ധതിയാണ് കാരുണ്യ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ആരോഗ്യ കിരണം, അതുപോലെ തന്നെ താലോലം. ഈ രണ്ട് പദ്ധതിയും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. അത് മാറിപ്പോവാത്ത വിധത്തിൽ പഠിച്ചു വയ്ക്കാം. ഓക്കെ, ആരോഗ്യ കിരണം എന്ന് പറയുന്നത് ഒരു സൗജന്യ ചികിത്സാ പദ്ധതിയാണ്. അർബുദ രോഗം, അതുപോലെ തന്നെ ഹൃദ്രോഗം, വൃക്കരോഗം എന്നീ രോഗങ്ങൾ കാരണം ബുദ്ധിമുട്ടുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് ആരോഗ്യ കിരണം. ശ്രദ്ധിക്കുക, ഇതൊരു സൗജന്യ ചികിത്സാ പദ്ധതിയാണ്. അടുത്തത് താലോലം എന്ന് പറയുന്ന ഒരു പദ്ധതി. അത് അസ്ഥിരോഗം, നാഡീരോഗം, സെറിബ്രൽ പാൾസി, ഓട്ടിസം, എൻഡോസൾഫാൻ ബാധിതർ, അതുപോലെ തന്നെ ഡയാലിസിസ് ആവശ്യമായി വരുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ധനസഹായ പദ്ധതിയാണ് താലോലം എന്ന് പറയുന്നത്. ഇതൊരു ധനസഹായ പദ്ധതിയാണ്. ഈ പറഞ്ഞ രോഗങ്ങളെല്ലാം അനുഭവിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ധനസഹായ പദ്ധതിയാണ്. എന്നാൽ ആരോഗ്യ കിരണം എന്ന് പറയുന്നത് സൗജന്യ ചികിത്സാ പദ്ധതിയാണ്. അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇങ്ങനെയാണ്. ഒന്ന് സൗജന്യ ചികിത്സയും, താലോലമാണെങ്കിൽ ധനസഹായവും. ഓക്കെ, അടുത്ത പദ്ധതിയാണ് മെഡിസെപ്പ്, മെഡിക്കൽ ഇൻഷുറൻസ് ഫോർ സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ്. അപ്പോൾ പേരിൽ നിന്ന് തന്നെ പിടികിട്ടി കാണും. സംസ്ഥാന സർക്കാർ ജീവനക്കാർ, അതുപോലെ തന്നെ പെൻഷൻ വാങ്ങുന്നവർ, പെൻഷൻകാർക്കും സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും വേണ്ടിയിട്ടുള്ള കേരള സർക്കാരിൻ്റെ മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പ്. ഓക്കെ, അടുത്തതായി നമുക്ക് സ്നേഹക്കൂട് എന്ന് പറയുന്ന ഒരു പദ്ധതി പരിചയപ്പെടാം. അതായത് മാനസിക രോഗം അനുഭവിച്ചവർ ചികിത്സയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെ ബന്ധുക്കളോ അല്ലെങ്കിൽ അവരുടെ ആൾക്കാരെ ഏറ്റെടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും അവർക്ക്. പിന്നെ അവരെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യില്ല ആരും. അപ്പോൾ അങ്ങനെയുള്ളവരെ സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ പുനരധിവസിക്കുന്ന ഒരു പദ്ധതിയാണ് സ്നേഹക്കൂട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മാനസിക രോഗ വിമുക്തി നേടിയവർക്ക് അവരുടെ പുനരധിവാസത്തിന് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു പദ്ധതിയാണ് സ്നേഹക്കൂട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെട്ടത് കേരള ഗവൺമെൻറ് അവതരിപ്പിച്ചിട്ടുള്ള വിവിധ ഇനം ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും താങ്ക് യു.